ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അമേരിക്കൻ റെവല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഫ്രഞ്ച് റെവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ആ ഒരു പോർഷൻ തുടക്കത്തിൽ തന്നെ മൂന്ന് വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് തന്നിട്ടുണ്ട്. ഒന്നാമത് പറയുന്നത് ലൂയി 15 പറഞ്ഞ ഒരു വാചകമാണ്, ആഫ്റ്റർ മീ ദ ഡെല്യൂജ്, അഥവാ എനിക്ക് ശേഷം പ്രളയം അല്ലെങ്കിൽ സർവനാശമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത് ലൂയി 14 പറഞ്ഞ ഒരു വാചകമാണ്, ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് ഈ രാഷ്ട്രം. അതായത് ഈ രാഷ്ട്രം എന്ന് വെച്ചാൽ ഈ രാജ്യവും ഈ രാജ്യത്തിലുള്ള എല്ലാം എന്റേതാണ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഈ ഒരു വാചകത്തിനുള്ള കാരണമാണ് അന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഗോകുലിനോട് പറഞ്ഞിരുന്നു, ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയും. അതായത് അന്ന് ആ കാലത്തുണ്ടായിരുന്ന ഒരു വിശ്വാസമാണ് രാജാവിന് രാജ്യഭരണത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു അധികാരം നൽകിയത് ദൈവമാണെന്നും അതുകൊണ്ട് രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ രാജാവ് മറുപടി പറയേണ്ടത് ദൈവത്തിനോട് മാത്രമാണ്, മറ്റെല്ലാവരും രാജാവിന് താഴെയാണ് എന്നുള്ളതായിരുന്നു ഒരു വിശ്വാസം. ഓക്കെ, അപ്പോ ആ ഒരു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഐ ആം ദ സ്റ്റേറ്റ് എന്ന് ലൂയി 14 പറയുന്നത്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വിശ്വാസം ആ കാലഘട്ടത്ത് നമ്മുടെ ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് ദ വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറയും. ഓക്കെ, ദ വൈറ്റ് മാൻസ് ബേർഡൻ, അതായത് ലോകത്തെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ ആധുനിക സംസ്കാരം എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും അവിടെ കോളനികളാക്കി മാറ്റി അവരെ ബ്രിട്ടന്റെ തലത്തിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടന്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ദൈവം ബ്രിട്ടീഷുകാർക്ക് മേൽ കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് എന്നും അത് അവർ നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതുമുള്ള ഒരു വിശ്വാസം ആ കാലത്ത് ബ്രിട്ടീഷേഴ്സിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവന്മാർ എല്ലാ നാട്ടിലും കപ്പൽ കയറി പോയി അവിടെ ചെന്ന് കോളനി ഉണ്ടാക്കിയത്, അല്ലാതെ അവർക്ക് ഭ്രാന്തായിട്ടല്ല. ഓക്കെ, ആ കാലഘട്ടത്തിൽ അവന്മാരുടെ വിശ്വാസം അതായിരുന്നു. ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണത്, എല്ലായിടത്തും അവരുടെ സംസ്കാരം എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഓക്കെ, പിന്നെയുള്ളത് മേരി ആന്റോണിറ്റ് പറഞ്ഞ ഒരു വാക്കവിടെ കൊടുത്തിട്ടുണ്ട്, ഇഫ് ദേ കാണ്ട് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. അവർക്ക് കഴിക്കാൻ ബ്രെഡ് ഇല്ലെങ്കിൽ എന്താ, അവർക്ക് കേക്ക് കഴിച്ചൂടെ എന്നുള്ളതാണ് ചോദ്യം. ഒരു വളരെ ഒരു ഭരണാധികാരിയിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു വാചകമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതില്ലെങ്കിൽ മറ്റത് കഴിച്ചൂടെ എന്നാണ് പറയുന്നത്. അതായത് പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾ എന്ത് കഴിക്കണമെന്ന് വരെ തീരുമാനിക്കുന്ന തരത്തിലേക്ക് അന്നത്തെ ഭരണാധികാരികൾ മാറിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ മൂന്ന് വാചകങ്ങളും തന്നിരിക്കുന്നത് ദ പാലസ് ഓഫ് വെർസാലിസ് അല്ലെങ്കിൽ വെർസാലി കൊട്ടാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് തന്നിരിക്കുന്നത്. ഈ വെർസാലി പാലസ് എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഒക്കെ ഫ്രഞ്ച് രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രമായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് പറയപ്പെട്ടിരുന്ന ഒരു കൊട്ടാരമാണ് ഈ പാലസ് ഓഫ് വെർസാലിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഫ്രഞ്ച് റവല്യൂഷന്റെ കേസിലേക്ക് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഫ്രഞ്ച് സൊസൈറ്റി നമുക്ക് ആദ്യം പഠിക്കാം. ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത് 3 തട്ടുകളിലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓരോ തട്ട് നമ്മൾ എസ്റ്റേറ്റ് എന്ന പേരിലാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലർജികളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ലാൻഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാർമേഴ്സിൽ നിന്നും തിത്ത എന്ന പേരിൽ ടാക്സ് കളക്ട് ചെയ്തിരുന്നു. എന്നാൽ ഇവർ യാതൊരു വിധത്തിലുള്ള ടാക്സും അടയ്ക്കേണ്ടിയിരുന്നില്ല. മാത്രമല്ല ഭരണകാര്യങ്ങളിലും ആർമിയുടെ സൈന്യത്തിന്റെ കാര്യങ്ങളിലും അവർക്ക് ഒരുപാട് പിടിപാടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ക്ലാസ് ആണ് ഇത് ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ക്ലർജി എന്ന് പറയുന്ന വിഭാഗം. ഓക്കെ, അവർക്ക് ഒരുപാട് ലാൻഡ് ഉണ്ടായിരുന്നു. ആ ലാൻഡിൽ പണിയെടുത്തിരുന്ന കർഷകരുടെ കയ്യിൽ നിന്നും തിത്ത എന്ന പേരിൽ ടാക്സ് കളക്ട് ചെയ്തിരുന്നു. എന്നാൽ അവർ യാതൊരു വിധത്തിലുള്ള ടാക്സും അടയ്ക്കേണ്ടിയിരുന്നില്ല. ഭരണകാര്യത്തിലും അതുപോലെ തന്നെ സൈനിക കാര്യങ്ങളിലും അവർക്ക് ഒരുപാട് പിടിപാടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ക്ലർജി എന്ന് പറയുന്ന ഫസ്റ്റ് എസ്റ്റേറ്റ്. ഇനി ഈ ഫസ്റ്റ് എസ്റ്റേറ്റ് ആയിട്ടുള്ള ക്ലർജിക്ക് തൊട്ട് താഴെ വരുന്ന ഒരു സാമൂഹ്യ വിഭാഗമാണ് സെക്കൻഡ് എസ്റ്റേറ്റ് അഥവാ നൊബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ നോബിൾസ് എന്ന് പറയുന്ന വിഭാഗം. ഓക്കെ, ഈ നോബിൾസ് എന്ന് പറയുന്നത് അവർക്കും ഇതുപോലെ തന്നെ മിലിറ്ററി സർവീസിൽ അല്ലെങ്കിൽ സൈനിക കാര്യങ്ങളിലൊക്കെ അവർക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ തന്നെ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഫാർമേഴ്സിനെ ശമ്പളം നൽകാതെ പണിയെടുപ്പിച്ചിരുന്നു. പക്ഷേ എന്നാൽ ഇവര് വളരെ ആർഭാടമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോഴും
ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ടാക്സുകളും അടയ്ക്കേണ്ട അവസ്ഥയില്ലായിരുന്നു. മാത്രമല്ല ഇവർക്ക് ഒരുപാട് ലാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരും എന്താണ് ക്ലർജീസിന്റെ അത്രയ്ക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലേക്കൊന്നും സ്വാധീനമില്ല എങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും ക്ലർജിഗസിനെ പോലെ തന്നെ സമൂഹത്തിൽ വളരെ ഉയർന്ന നിലയിൽ വളരെ സമ്പാദ്യമുള്ള ഒരു വിഭാഗമായിരുന്നു സെക്കൻഡ് എസ്റ്റേറ്റ് ആയിട്ടുള്ള നൊബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് പിന്നീട് വരുന്നതാണ് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. തേർഡ് എസ്റ്റേറ്റിൽ വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, അതായത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള മധ്യവർഗ വിഭാഗം, അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികൾ, ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, എഴുത്തുകാർ, ലോയേഴ്സ്, വക്കീലന്മാരും, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ടീച്ചേഴ്സ്, ബാങ്കേഴ്സ്, കർഷകര്, കരകൗശല വസ്തുക്കൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ സാധാരണക്കാരായിട്ടുള്ള വലിയൊരു ജനവിഭാഗമായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റിനകത്ത് ഉൾപ്പെട്ടിരുന്നത്. ആൻഡ് ഈ തേർഡ് എസ്റ്റേറ്റ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവരായിരുന്നു സമൂഹത്തിലെ മൂന്നാംകിടക്കാരായിട്ട് കണ്ടിരുന്നത്. അവരാണ് ഏറ്റവും താഴെത്തട്ടില് ഉണ്ടായിരുന്നത്. ആൻഡ് ഇവർക്ക് ഉള്ള ഒരു അവിടെ റെലവൻസ് നോക്കുകയാണെങ്കിൽ അവർക്ക് അഡ്മിനിസ്ട്രേഷനിൽ യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. അതായത് ഭരണകാര്യങ്ങളിൽ യാതൊരു പങ്കും അല്ലെങ്കിൽ യാതൊരു സൗണ്ടും അവർക്ക് ഇല്ലായിരുന്നു. ഇനി ഗവൺമെന്റിൽ എന്ത് ചെയ്തിരുന്നു? തേലി എന്ന് പറയുന്ന ഒരു ടാക്സ് അവർ അടയ്ക്കണമായിരുന്നു. നമ്മുടെ ക്ലർജീസിനും നോബിൾസിനും ടാക്സ് അടയ്ക്കുന്നത് പോരാനിട്ടും നോബിൾസിന് വേണ്ടി ശമ്പളമില്ലാതെ പണിയെടുക്കേണ്ടി വന്നത് പോരാനിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിലേക്ക് വീണ്ടും അവർ ടാക്സ് അടയ്ക്കേണ്ടി വന്നിരുന്നു. അതായത് കിട്ടുന്ന പൈസ എല്ലാം എന്ത് ചെയ്യാണ്? ടാക്സ് അടച്ചങ്ങ് തീരുകയാണ്. അവർക്ക് ജീവിക്കാൻ വകയില്ല. പണിയെടുത്താൽ ശമ്പളമില്ല, കിട്ടിയാൽ തന്നെ എന്താണ്? ടാക്സ് അടയ്ക്കാനുള്ളതേ ഉള്ളൂ. ആ അവസ്ഥയാണ്. ഓക്കെ. പിന്നെ ഉള്ളത് ലോ സോഷ്യൽ സ്റ്റാറ്റസ്. സമൂഹത്തിൽ നമ്മൾ പണ്ട് നമ്മുടെ കേരളത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പറയില്ലേ, കണ്ടുകൂടാത്തവർ അല്ലെങ്കിൽ തീണ്ടിക്കൂടാത്തവർ എന്നൊക്കെ പറയില്ല. ആ ഒരു സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ക്ലർജീസിനും നോബിൾസിനും എന്ത് ചെയ്തിരുന്നു? അവര് ടാക്സ് കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ക്ലാസ്സിൽപ്പെട്ട, പല വർഗത്തിൽപ്പെട്ട, പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ആ കാലഘട്ടത്തിൽ 17-18 നൂറ്റാണ്ടുകളില് ഫ്രഞ്ച് സമൂഹം എന്ന് പറയുന്നത്. ഓക്കെ. ഫ്രഞ്ച് എസ്റ്റേറ്റുകൾ എന്നാണ് ഇവരെ വിളിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഉയർന്ന വിഭാഗം എന്ന് പറയുന്നത് ക്ലർജീസ് ആണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നോബിൾസ് ആണ്. മൂന്നാമത്തെ വിഭാഗമാണ് സാധാരണക്കാരും അതുപോലെ തന്നെ തൊഴിലാളികളും ഒക്കെ ഉൾപ്പെട്ടിരുന്നത്. ഓക്കെ. ഇനി ഇതിനകത്ത് പറയുന്നത് നമ്മൾ ആ ഒരു ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇനി അതിനകത്ത് പറയാനായിട്ടുള്ളത് 3 പ്രധാനപ്പെട്ട, നമ്മൾ ആ ഒരു അമേരിക്കൻ റവല്യൂഷൻ പറഞ്ഞ സമയത്ത് തോമസ് പെയിനും അതുപോലെ തന്നെ ജോൺ ലോക്കും പറഞ്ഞതുപോലെ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത 3 പേരാണ്. 1 വോൾട്ടേർ, 2 റൂസോ, 3 മോണ്ടസ്ക്യൂ. ഓക്കെ. വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ. വോൾട്ടേർ എന്ന് പറയുമ്പോൾ ഹി റെഡിക്യൂൾഡ് എക്സ്പ്ലോയിറ്റേഷൻസ് ഓഫ് ക്ലർജി ആൻഡ് പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ് ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം. മനുഷ്യത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ സമത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഐഡിയാസും അതുപോലെ തന്നെ ക്ലർജീസ് ചെയ്യുന്ന അനീതികളെ തുറന്നു കാട്ടുകയും ഒക്കെയായിരുന്നു നമ്മുടെ വോൾട്ടേറിന്റെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. റൂസോ ചെയ്യുന്നതെന്ന് വെച്ചാല് സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ ഫ്രീഡം എന്ന കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വിളിച്ചു പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നെങ്കിലും എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ടൈപ്പ് വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഡിക്ലെയർ ദാറ്റ് ദ പീപ്പിൾ ആർ ദ സോവറിൻ. ജനങ്ങളാണ് ഏറ്റവും സോവറിൻ ആയിട്ടുള്ളത്, അല്ലാതെ ഭരണാധികാരികളല്ല. ജനങ്ങൾക്കാണ് ഏറ്റവും പവർ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ വ്യക്തിത്വമാണ് മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. ഹി എൻകറേജ് ഡെമോക്രസി ആൻഡ് ദ റിപ്പബ്ലിക്. ജനാധിപത്യവും അതുപോലെ തന്നെ റിപ്പബ്ലിക് രീതിയിലുള്ള ഭരണത്തെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. ആൻഡ് സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ടു ദ ഗവൺമെന്റ് ഇൻ ടു ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഭരണം എല്ലാം കൂടി ഒരു രാജാവ് നിയന്ത്രിക്കുക എന്നുള്ള സിസ്റ്റത്തിന് പകരം എന്താണ്, 3 തിരിച്ച് ലെജിസ്ലേറ്ററും എക്സിക്യൂട്ടീവും ജുഡീഷ്യറി, ഇങ്ങനെ 3 വിഭാഗമാക്കി ഭരണം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ശക്തി, ഭരണത്തിന്റെ ശക്തി എന്ന് പറയുന്നത് 3 വിഭാഗമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു നമ്മുടെ മോണ്ടസ്ക്യൂവിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഒരു കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു നമ്മുടെ മോണ്ടസ്ക്യൂവിന് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ പ്രശ്നം വരുന്നത് ദ തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ദ ലീഡ്. അതായത് അവിടുത്തെ ആ ഒരു തൊട്ടടുത്ത പേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ, അവരുടെ ഒരു സ്ട്രെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് 285 മെമ്പേഴ്സും, സെക്കൻഡ് എസ്റ്റേറ്റ് 308ഉം, തേർഡ് എസ്റ്റേറ്റിൽ 621 ആണ്. അതായത് ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റ് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ പോലും എന്ത് ചെയ്യത്തില്ല, തേർഡ് എസ്റ്റേറ്റിന്റെ അത്രയും ആവത്തില്ല. ഓക്കെ.
പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഫസ്റ്റ് എസ്റ്റേറ്റിനും സെക്കൻഡ് എസ്റ്റേറ്റിനും മാത്രമേ ഭരണകാര്യങ്ങളിൽ എന്തുണ്ടായിരുന്നുള്ളൂ, ശബ്ദമുണ്ടായിരുന്നുള്ളൂ. ഇവര് 3 പേരും എന്ത് തീരുമാനം എടുക്കുന്ന സമയത്തും ഒറ്റ വോട്ട് മാത്രമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അതായത് ഓരോ വിഭാഗത്തിനും ഓരോ വോട്ട് വീതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് മൊത്തം 3 വോട്ട്, അതിൽ 2 വോട്ട് ആർക്കാണോ കിട്ടുന്നത് അവർ ജയിക്കും, അല്ലെങ്കിൽ അവരുടെ ആ നയമായിരിക്കും ജയിക്കുന്നത്. അതാണ് രീതി. ഓക്കെ. പക്ഷെ മൂന്നാമത്തെ വിഭാഗത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നത്, ജനങ്ങൾ ഉണ്ടായിരുന്നത് മൂന്നാമത്തെ വിഭാഗത്തിലാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ എന്താണ്, ഈ 3 വിഭാഗത്തിനും മൊത്തം 3 വോട്ട്, അതില് 2 വോട്ട് കിട്ടുന്നത് ജയിക്കും എന്നുള്ള ആ ഒരു വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല, സാധാരണ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഇതല്ല. ഓക്കെ. കാരണം അത് എപ്പോഴും എന്ത് ചെയ്യും, ഫസ്റ്റ് എസ്റ്റേറ്റിന്റെയും സെക്കൻഡ് എസ്റ്റേറ്റിന്റെയും കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ ഫേവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു തേർഡ് എസ്റ്റേറ്റ് എപ്പോഴും അവകാശം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ എപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നോക്കിക്കോ. The luxurious life and squander of the Bourbon kings, clergy and lords, and the frequent wars they waged, along with the frequent spells of drought and crop failure, brought France to the brink of bankruptcy. Okay, അപ്പോ തുടർച്ചയായിട്ട് അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങളിലേക്ക് പോവുക, അതുപോലെ തന്നെ അവിടെ ഭരിച്ചിരുന്ന ബോർബൺ കിങ്സിന്റെയും ക്ലർജീസിന്റെയും ലോർഡ്സിന്റെയും ഒക്കെ എന്താണ് ആഡംബരമായിട്ടുള്ള ജീവിതങ്ങള്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വരൾച്ചയും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിളനാശവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടെന്താണ് ഫ്രഞ്ച് സമൂഹം വളരെയധികം എന്താണ് കടം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. The financial and military assistance given to American colonies in the American War of Independence also aggravated the financial crisis in France. ഈ ഒരു അമേരിക്കൻ റവല്യൂഷന്റെ സമയത്ത് അമേരിക്കയ്ക്ക് വേണ്ടി നൽകിയ സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ സൈനിക സഹായവും എന്ത് ചെയ്തു, ബ്രിട്ടന്റെ ഫൈനാൻഷ്യൽ ക്രൈസിസ് കുറച്ചും കൂടി എന്താക്കി, അത് കുറച്ചും കൂടെ മോശമാക്കി മാറ്റി. To levy new tax upon commoners, Louis XVI summoned the State General, the Legislative Assembly, on the representative from all the 3 estates in 1789. അപ്പോ എന്താണ്, ഫ്രാൻസിന്റെ സാമ്പത്തിക മേഖല വളരെയധികം പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്, ആ ഭാരം കൂടെ സാധാരണക്കാരന്റെ തലയിൽ ടാക്സ് എന്ന രൂപത്തിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അന്നത്തെ രാജാവായിരുന്ന ലൂയി 16 എന്ത് ചെയ്യാണ്, അവിടുത്തെ സ്റ്റേറ്റ്സ് ജനറൽ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പോലത്തെ സ്റ്റേറ്റ്സ് ജനറൽ കൂടുകയാണ് 1789 വെച്ച്. ഈ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫ്രഞ്ച് സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന 3 എസ്റ്റേറ്റുകളുടെയും പ്രതിനിധികൾ ചേരുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. And similar to the French society, the State General also had 3 estates. Traditionally, each estate would vote as a group and had 1 vote. As a result, the nobility and the clergy could always overrule the third estate, and the first 2 estates argued for state-wise single voting system, while the third estate or the commons demanded individual vote for each member of all the 3 estates. അതായത് അപ്പൊ ഈ ഒരു പുതിയ ടാക്സ് ഏർപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാണ്, രാജാവ് വിചാരിക്കുകയാണ്, ലൂയി 16 വിചാരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ജനറൽ കൂടിയിരിക്കുകയാണ് 1789. അപ്പൊ ഈ പുതിയ തീരുമാനം, പുതിയൊരു ടാക്സ് കൂടെ ഏർപ്പെടുത്തുകയാണ് എന്നുള്ള തീരുമാനം എന്ത് ചെയ്യണം, ഇവരെല്ലാവരും ഈ പ്രതിനിധികൾ അംഗീകരിക്കണം. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വോട്ട് ചെയ്ത് ജയിക്കണം, അതാണ് രീതി. പക്ഷെ വോട്ടിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫ്രഞ്ച് സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന 3 എസ്റ്റേറ്റുകളായിട്ടാണ് അവിടുത്തെ സ്റ്റേറ്റ് ജനറലും ഉണ്ടായിരുന്നത്. അതിൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വീതമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ മൊത്തം 3 വോട്ട്, അതിൽ 2 വോട്ട് ഏത് തീരുമാനം, ഈ പുതിയ നികുതി നിയമം നടപ്പിലാക്കണമെന്നാണ് 2 വോട്ട് വരുന്നതെങ്കിൽ ആ പുതിയ നിയമം എന്ത് ചെയ്യും, അവിടെ നടപ്പിലാക്കപ്പെടും. അവിടെ ഒരു കാര്യം ഓർക്കുക, ക്ലർജീസും അതുപോലെ തന്നെ മറ്റേ നോബിൾസും എന്ത് ചെയ്യണ്ട, യാതൊരു വിധത്തിലുള്ള നികുതിയും അടയ്ക്കേണ്ടതില്ല അവർക്ക്. ഓക്കെ. അതായത് തേർഡ് എസ്റ്റേറ്റിന്റെ മുകളിൽ നികുതി നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 പേരും കൂടെ തീരുമാനിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നടപ്പിലാക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അത് പാസ്സാവുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്, തേർഡ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ കോമണേഴ്സ് പറയാണ്, അവരുടെ ആ ഒരു ശക്തി എടുത്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സിന്റെ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കോമൺസിനാണ്, സാധാരണക്കാരാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തിക്കും വോട്ടവകാശം വേണം. അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്ത് ഒരു വോട്ട് എന്നുള്ളതിന് പകരം ആ വിഭാഗത്തിലുള്ള ഓരോ വ്യക്തിക്കും വോട്ട് വേണമെന്നും അതിൽ ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്യുന്ന തീരുമാനം എന്താണോ അതായിരിക്കും നടപ്പാക്കേണ്ടത് എന്നുമുള്ള ആവശ്യമായിരുന്നു
അവിടെ കോമൺസ് അല്ലെങ്കിൽ ദ തേർഡ് എസ്റ്റേറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഇങ്ങനെ വെച്ച ഒരു പ്രശ്നമുണ്ട്, മറ്റ് ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും മൊത്തത്തിൽ എടുത്താൽ പോലും എന്ത് ചെയ്യില്ല, തേർഡ് എസ്റ്റേറ്റിന് എത്ര വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, കാര്യങ്ങൾ നേരെ ആരുടെ കാര്യത്തിലേക്ക് മാറും, തേർഡ് എസ്റ്റേറ്റ് വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ അവർ പുതിയ നിയമം കൊണ്ടുവരാണ്, ക്ലർജീസും നോബിൾസും കൂടെ ടാക്സ് അടയ്ക്കണം എന്നൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ എല്ലാ അവകാശങ്ങളും പോകേണ്ടതായിട്ട് വരും. അപ്പൊ അതൊരിക്കലും സംഭവിക്കരുത് എന്ന് കരുതി ഇവരെന്ത് ചെയ്യും, ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും അതെപ്പോഴും തടഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടുത്തെ സാഹചര്യം. But while the arguments went on, the members of the third estate declared themselves as the National Assembly of France. അപ്പൊ ഈ ഒരു കാര്യത്തിലുള്ള തർക്കം, ഈ വോട്ടിംഗ് രീതി എങ്ങനെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തർക്കം നടക്കുന്നതിനിടയിൽ എന്ത് ചെയ്യാണ്, സഹികെട്ട് തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്, അവര് സ്വയം എന്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഫ്രാൻസിന്റെ നാഷണൽ അസംബ്ലി അവരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. രാജാവ് വെച്ച സ്റ്റേറ്റ് കൗൺസിൽ അല്ല, നമ്മളാണ് നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് എന്ന് അവർ സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. They assembled in the tennis court nearby and swore not to leave until they had framed the constitution of France. അപ്പൊ അവർ സ്വയം എന്ത് ചെയ്യാണ്, ഫ്രാൻസിന്റെ നാഷണൽ അസംബ്ലി ആയിട്ട് പ്രഖ്യാപിക്കുകയും അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് ഫ്രാൻസിന്റെ പുതിയ ഭരണഘടന തയ്യാറാക്കാതെ അവിടെ നിന്നും വിട്ടു പോകില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഓത്ത് എന്ന് വെച്ചാൽ പ്രതിജ്ഞ. ഓക്കെ, അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഈ ഇൻസിഡന്റിനെ അല്ലെങ്കിൽ ഈ സംഭവത്തെയാണ് നമ്മൾ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന പേരിൽ പറയുന്നത്. ഓക്കെ, ഇനി ബാക്കി നോക്കിയോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആ ഒരു എന്താണ് ഫ്ലോ ചാർട്ട് ആണ്, അല്ലെങ്കിൽ ആ നാൾവഴികളിലൂടെ നമ്മൾ പറഞ്ഞു വരികയാണ് സ്പീഡില്. ഫസ്റ്റ് സംഭവം, പ്രധാനപ്പെട്ട ഇൻസിഡന്റ് നമ്മുടെ ടെന്നീസ് കോർട്ട് പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യാണ്, 1789 ജൂലൈ 14 എന്ത് ചെയ്യാണ്, ദ റെവല്യൂഷണറി സ്റ്റോം വിത്ത് ദ സ്ലോഗൻ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ലിബർട്ടി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു സ്ലോഗനായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവര് അധികാരത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ബോർബൺ മൊണാർക്കിയുടെ ആ രാജവംശത്തിന്റെ അല്ലെങ്കിൽ രാജഭരണത്തിന്റെ ഒക്കെ പ്രതീകമായിരുന്ന ബാസ്റ്റേൽ പ്രിസൺ എന്ത് ചെയ്യാണ്, അവര് വന്ന് തകർക്കുകയാണ്. റെവല്യൂഷണറീസ് വിപ്ലവകാരികള് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യവുമായി വന്ന് ആ ഒരു ബോർബൺ രാജവംശത്തിന്റെ തന്നെ പ്രതീകമായിരുന്ന ബാസ്റ്റേൽ പ്രിസൺ തകർത്ത് കളയാണ്. ആൻഡ് ദിസ് ഇവന്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ കമൻസ്മെന്റ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ആൻഡ് ഈ ഒരു സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത്. എന്നാണ് ജൂലൈ 14, 1789. ഓക്കെ, ഇനി അതിനുശേഷം രണ്ടാമത്തെ ഇൻസിഡന്റ് നടക്കുന്നത് ഓഗസ്റ്റ് 12, 1789 തന്നെയാണ്. ദ നാഷണൽ അസംബ്ലി പാസ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ. നമ്മൾ പറഞ്ഞ ഈ ഒരു തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യാണ്, അവർ സ്വയം ഫ്രാൻസിന്റെ നാഷണൽ അസംബ്ലി ആയിട്ട് പ്രഖ്യാപിച്ച് ടെന്നീസ് കോർട്ട് ഓത്തൊക്കെ എടുത്തെന്ന് പറഞ്ഞു. ആൻഡ് അവർ എന്ത് ചെയ്യാണ്, ഇപ്പോ ഓഗസ്റ്റ് 12, 1789 ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഡിക്ലറേഷൻ അവർ നടത്തുകയാണ്. അതായത് അവരുടെ എന്താണ് പൗരന്റെ അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു ഡിക്ലറേഷൻ അവര് നടത്തുകയാണ്. ആൻഡ് അടുത്തത് ഒക്ടോബർ 1789 ആയിരക്കണക്കിന് സ്ത്രീകൾ പാരീസിലെ വെർസൈലി കൊട്ടാരത്തിലേക്ക് ഗിവസ് ബ്രെഡ്, ഞങ്ങൾക്ക് ബ്രെഡ് തരൂ അല്ലെങ്കിൽ ആഹാരം തരൂ എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സെപ്റ്റംബർ 1792 നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലെയിം ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. ആ ഭരണത്തിൽ നിന്നും രാജഭരണത്തിൽ നിന്നും ഒരു മാറ്റമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു മോചനം എന്ന നിലയിൽ സെപ്റ്റംബർ 1792 അവിടുത്തെ നാഷണൽ കൺവെൻഷൻ എന്താണ് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഇൻസിഡൻസ് ആണ് ആ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ജൂലൈ 14, 1789 അവര് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യവുമായിട്ട് വന്ന് ആ ഒരു ബോർബൺ രാജവംശത്തിന്റെ തന്നെ പ്രതീകമായിരുന്ന ബാസ്റ്റേൽ പ്രിസൺ തകർത്ത് കളയുന്നു. അവിടെ വെച്ച് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഓഗസ്റ്റ് 12, 1789
ആ ഒരു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ പബ്ലിഷ് ചെയ്യുന്നു. ഒക്ടോബർ 1789 വെർസാലി കൊട്ടാരത്തിലേക്ക് ആയിരക്കണക്കിന് സ്ത്രീകൾ ഗിവസ് ബ്രെഡ് എന്ന സ്ലോഗനുമായിട്ട് മാർച്ച് നടത്തുന്നു. സെപ്റ്റംബർ 1792 നാഷണൽ കൺവെൻഷൻ ഫോം ചെയ്ത പുതിയ ഭരണഘടന പ്രകാരം ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ആ ഒരു പടം പോലെ തന്നിരിക്കുന്ന സാധനം എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാറുള്ള ഒരു സാധനമാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഒന്നാമത്തെ പോയിന്റ്, സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തുണ്ടായിട്ടുള്ള പിന്നീടുള്ള എല്ലാ വിപ്ലവങ്ങളെയും വളരെയധികം സ്വാധീനിച്ചു, അല്ലെങ്കിൽ അതിന് പ്രചോദനം നൽകി. രണ്ടാമത്തെ പോയിന്റ്, എൻഡഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രെറ്റൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. മറ്റ് രാജഭരണത്തിലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് രാജാക്കന്മാരെ ഒന്ന് ഭയപ്പെടുത്തുകയും യൂറോപ്പിൽ ഫ്യൂഡൽ സിസ്റ്റം അവസാനിപ്പിക്കുകയും ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, പ്രൊക്ലെയിം ദാറ്റ് നേഷൻ ഈസ് നോട്ട് മെർലി എ റീജിയൻ ബട്ട് ദ പീപ്പിൾ. നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് അവിടത്തെ സ്ഥലമല്ല, ഭൂമിയല്ല, അവിടത്തെ ജനങ്ങളാണ് രാഷ്ട്രം എന്നുള്ള ഒരു പുതിയ ആശയം കൊണ്ടുവന്നു. അടുത്തത്, കോൺട്രിബ്യൂട്ട് ദ കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവറിറ്റി. ജനങ്ങളാണ് പ്രധാനം, അല്ലെങ്കിൽ ജനങ്ങളാണ് ശക്തി എന്നുള്ള ഒരു പുതിയൊരു കോൺസെപ്റ്റ്, പുതിയൊരു ആശയം കൊണ്ടുവരാൻ സാധിച്ചു. അടുത്ത, ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണാലിസം, അല്ലെങ്കിൽ ദേശീയതയുടെ തുടക്കത്തിന് കാരണമായി. അടുത്തത്, ഹെൽപ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായി. ആൻഡ് സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി. നമ്മുടെ ബാസ്റ്റൽ പ്രസന്റ് തകർത്ത അതേ സ്ലോഗൻ, അതേ ആശയം എന്താണ്? സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്തു? ആ ഒരു പുതിയൊരു ഐഡിയോളജി ആയിട്ട് എന്ത് ചെയ്തു? അത് ലോകം മുഴുവൻ വ്യാപിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. എക്സാമിന് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പൊ നമ്മുടെ അവിടെ വെൻ ഫ്രാൻസ് നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് കാച്ചസ് കോൾഡ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് മുഴുവനും പനി പിടിച്ചു പോകും, അല്ലെങ്കിൽ യൂറോപ്പ് മുഴുവൻ എന്ത് ചെയ്യും? വിറയ്ക്കും എന്നുള്ള രീതിയിൽ അവരൊരു കോട്ട് തന്നിട്ടുണ്ട്. അത് ആ ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇമ്പാക്ട് എന്തുമാത്രമായിരുന്നു, ഫ്രാൻസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ സാമൂഹിക സാമുദായിക മാറ്റങ്ങളും യൂറോപ്യൻ കോണ്ടിനെന്റിനെ തന്നെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കാനായിട്ടുള്ള ഒരു വാചകമാണ് തന്നിരിക്കുന്നത്. എക്സാമിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പഠിച്ച ഈ പോർഷൻ ആണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്.